ഹലോ ട്രേഡേഴ്സ്, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലൂർ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണ് പോയത്? ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ 390 എന്ന് പറഞ്ഞൊരു പി ഒ സിയുടെ ഭാഗത്ത് നിന്ന് മാർക്കറ്റ് ഏകദേശം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിലേക്കാണ് വന്നത്. എന്നിട്ട് തിരിച്ച് ഇറങ്ങി ഈ 322 നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ 275 എന്ന ഭാഗത്ത് വന്ന് തിരിച്ച് കയറി ഈ 320 എടുത്തു. അവിടെ നിന്ന് കയറി 390 എടുത്തു. അവിടെ നിന്ന് കയറി 462 നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് പോയി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഒരു ക്യാൻഡിലും 30 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ പോലും മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ വെച്ചാൽ നിങ്ങൾ 30 മിനിറ്റ്സ് ആണല്ലോ, ഒരു ക്യാൻഡിൽ പോലും നമ്മുടെ ഈ പറഞ്ഞ 29,462 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെവലിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് 22,490 ഹൈ വന്നിട്ട് കൂടി ഈ 462 എന്ന് പറഞ്ഞാൽ ഈ ലെവലിന് മുകളിൽ ഒരു സെല്ലിംഗ് നടന്നിട്ടില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞു എന്താണ്, ഇന്നലെ സി പീരീഡിലുണ്ടായ എക്സ്റ്റൻഷൻ്റെ ആ ഒരു സിംഗിൾ പ്രിൻറ്റ്, അതായത് അവിടെ വന്ന സിംഗിൾ പ്രിൻറ്റ് സെല്ലിംഗ് നടന്ന ഏരിയയാണ്. നല്ലൊരു നിങ്ങൾ കണ്ട ഈ ക്യാൻഡിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഹെവി സെല്ലിംഗ് നിന്ന് കടന്ന ഏരിയയുടെ ഒരു മിഡ് പാർട്ടാണ്. സോ ഈ ഒരു 22,462 എന്ന പാർട്ടിലേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ചിറങ്ങി ഏകദേശം പറഞ്ഞാൽ പി ഒ സി വിവാപ്പിൻ്റെ ഈ ഒരു 22,392 ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ക്രോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ നിന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണെങ്കിൽ കൂടെ മെജോറിറ്റി ഓഫ് ദ സമയത്ത് നിഫ്റ്റി എങ്ങനെയാണ് നിന്നത്? നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിൽ ഒരു ബാലൻസ് മൂവാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് ആ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ കുറച്ച് റിക്വസ്റ്റൊക്കെ എൻക്വയറീസൊക്കെ ഉണ്ടായിരുന്നു വാട്സാപ്പിലും മെസ്സേജിലും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാങ്ക് നിഫ്റ്റിക്ക് ലെവൽ വരച്ച് കാണിക്കുന്നത് പോലെ ബാങ്ക് നിഫ്റ്റിക്കും കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയിൽ ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു നമ്മുടെ ഈ സെയിം നിഫ്റ്റി വരച്ച് കാണിക്കുന്നത് പോലെ ബാങ്ക് നിഫ്റ്റിയുടെ വീഡിയോസിൽ ഞാനത് വരച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അത് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടായിരിക്കും അത് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. ഇതൊരു ബിബ്ലിക്കൽ ഒരു ബുക്കിഷ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നിങ്ങൾ ഈ ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. മാർക്കറ്റ് അതിന് മുകളിൽ 15 മിനിറ്റിൽ ചാർട്ടിൽ കൂടുതലും മൂവ്മെൻറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മുടെ ഒരു പ്രയോറിറ്റി നമുക്ക് അറിയാൻ പറ്റും, നമ്മളെ ടാർഗറ്റ് നമുക്കറിയാം, നമ്മുടെ റിസ്ക് പോകുന്ന പോർഷൻസ് എടുത്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകാം. സോ ഇന്ന് പറഞ്ഞതുപോലെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നോക്കിയാൽ പ്യുവർലി നിഫ്റ്റി നിങ്ങൾ കണ്ടോ, നിഫ്റ്റി ഇന്ന് ഏകദേശം ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഓപ്പൺ ഓപ്ഷൻ നിഫ്റ്റി വന്നിട്ട് മാർക്കറ്റ് ഏകദേശം ഈ ഭാഗത്ത് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ പി ഒ സി താഴെയാണ്. ഇവിടെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത പി ഒ സി 22,392 ആയിരുന്നു. ഇന്നത്തെ ഏകദേശം ആ ഭാഗത്തിന് താഴെ 343 വന്ന് തിരിച്ചിറങ്ങി ഈ 275 ടച്ച് ചെയ്തില്ല. പകരം അതിന് മുകളിൽ തന്നെ വന്ന് തിരിച്ച് കയറി മാർക്കറ്റ് പോകും. സിയിൽ ഞാൻ വിചാരിച്ചത് വെച്ചാൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്ന് ട്രെൻഡിനെ ചേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ചു. അവൻ ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടില്ല. പകരം എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിച്ച് കയറി മാർക്കറ്റ് സി പീരീഡിന് ശേഷം ഇയിലും എഫിലും ബ്രേക്കൗട്ട് തന്ന് ഫസ്റ്റ് ടാർഗറ്റായ നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ഫസ്റ്റ് ടാർഗറ്റും തന്നു. എന്നിട്ട് തിരിച്ച് ഓൾമോസ്റ്റ് 22,490 ഭാഗത്ത് വരെ വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇന്നലത്തെ പി ഒ സിയും ഇന്നത്തെ പി ഒ സി എല്ലാം സെയിം ആണ്. ഏകദേശം മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ലോവർ ലെവലിൽ തന്നെയാണ് നമ്മൾ ഇത് മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ മെർജ് ചെയ്ത് കാണിച്ചു തരാം. ഇന്നലത്തെ ഈ ഭാഗത്ത് ഏകദേശം 22,490 എന്ന ഈ ഭാഗത്ത് തന്നെയാണ് തിക്കായിട്ടുള്ള പ്രൊഫൈൽ ബാലൻസിങ് നടന്നിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,392 എന്ന് പറഞ്ഞ ഈ പി ഒ സി ഇന്നത്തെ പി ഒ സി ഏകദേശം 387 ആണ്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ 22,275 എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നലത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി ഇന്ന് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ 22,450 ഇന്നത്തെ ബാലൻസ് എന്ന് പറയുമ്പോൾ 22,447, 22,387, 22,335 എന്ന് പറഞ്ഞാൽ 335 തൊട്ട് 447 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 112 പോയിൻറ്റിനകത്ത് ഒരു നല്ലൊരു 112 പോയിൻറ്റിനകത്ത് നല്ലൊരു ബാലൻസ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ നാളെ മാർക്കറ്റ് ഈ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള റൊട്ടേഷനായിരിക്കും മാർക്കറ്റിലേക്ക് കാണുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് സെല്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് വന്ന ലോയ്ക്ക് താഴെ അല്ലെങ്കിൽ 22,275 മാത്രമേ താഴെ വന്നാൽ മാത്രമേ ഒരു സിവിയർ സെല്ലിംഗ് നടക്കാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഇന്ന് വന്നതുപോലെ ഈ 22,465 മുകളിൽ ഒരു കൺസിക്യൂട്ടീവായി നല്ലൊരു ഗുഡ് ക്ലോസിങ് വന്നാൽ നമുക്ക് എന്ത് പറ്റാം, മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് 22,530 അതിന് മുകളിൽ
563 എന്ന് പറഞ്ഞ ലെവലിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ താഴോട്ടുള്ള ലെവൽ. അപ്പോൾ ഇന്നത്തെ പി ഒ സി ഏകദേശം സെയിം ആയതുകൊണ്ട് 22,387 നമ്മുടെ ഒരു സപ്പോർട്ടായി നിൽക്കുകയാണ്. ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 22,447 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 22,500 എന്ന് പറഞ്ഞ ലെവലും വരാം. ഇനി 22,500 മുകളിൽ 22,525 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിൻ്റ് ലൈഫ് 26 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻ്റ് ലൈനും 22,526 മുകളിൽ 22,582 അല്ലെങ്കിൽ 570 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് മുകളിലോട്ടാണ്. ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ 22,387 താഴെ 22,335 22,335 താഴെ 22,275 എന്ന് പറഞ്ഞ ഈ ലെവലും. ഈ 22,275 താഴെ മാത്രമേ നമുക്കൊരു സിവിയർ സെല്ലിംഗ് വരാൻ പറ്റുള്ളൂ. അത് വരെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 22,230 22,177 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നാളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ്. ഇപ്പം വൈകിട്ട് വന്നത് പകരം കുറച്ച് ഓപ്പറേഷൻ എക്സ്പെൻസ് കൂടിയത് കൊണ്ട് പ്രോഫിറ്റബിൾ കുറയുമെന്നൊരു ഒരു എന്തുവാണ് ഒരു റിസൾട്ട് മുമ്പേ ഉള്ള ഒരു ചെറിയൊരു പ്രീ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിനെ കൂടുതൽ വിലയിരുത്തുന്നില്ല. നാളെ മാർക്കറ്റിൽ ആക്ച്വൽ സമയത്ത് റിസൾട്ട് വരുമ്പോൾ അത് എങ്ങനെ ഫോം ചെയ്തു നമുക്ക് നോക്കി തീരുമാനിക്കാം. സോ നമുക്ക് ഈ നിഫ്റ്റിയുടെ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. വലിയ മാറ്റമൊന്നുമില്ല നമ്മുടെ ഇന്നത്തെ ലെവലിൽ എന്ന് വെച്ചാൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ പി ഒ സി നമ്മൾ എന്ത് ചെയ്തു 22,387 ഒന്ന് മാറ്റണം, അത്രേ ഉള്ളൂ. 22,387 ഇന്നത്തെ പി ഒ സി ഒന്ന് മാറ്റട്ടാ. നമ്മൾ ഈ പറഞ്ഞ ഈ ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് മാറിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പി ഒ സി നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഒന്ന് മുകളിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഞാൻ മാറ്റാം. 22,387 ആണ് നമ്മളെ പി ഒ സി. ഓക്കെ, ഇതിന് മുകളിൽ നിൽക്കുന്ന കാലം നമുക്ക് 22,447 എന്ന് പറഞ്ഞ സപ്പോർട്ട് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. 22,447 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 526,7 അതിന് മുകളിൽ 570 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് എടുക്കാം. ഇനി അതിന് മുകളിൽ പോയാൽ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ 570 മുകളിൽ പോയാൽ മാത്രമേ ഷോർട്ട് കവർ നല്ല രീതിയിൽ വരുള്ളൂ. ഇനി താഴോട്ടാണെങ്കിൽ എന്താണ് 22,387 താഴെ 22,335 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് 335. അത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി അതിന് മുകളിൽ എത്രയാണ്? ഓക്കെ, അതിന് താഴെ 22,275 അത് താഴെ 230 അത് താഴെ 177 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽ. അപ്പോൾ നിങ്ങൾ ഓർത്തോളുക 22,387 ഇന്നത്തെ പി ഒ സി എല്ലാം ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് അതിന് മുകളിൽ നിൽക്കുമ്പോൾ 445 527 അതിന് മുകളിൽ 570. ഈ 570ക്ക് മുകളിൽ മാത്രമേ ഒരു റിവേഴ്സൽ ട്രെൻഡ് വീണ്ടും വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇല്ല ഇനി നോക്കേണ്ടത് 22,387 താഴെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ കണക്കൂട്ടിൽ പി ഒ സി ട്രേഡ് സെറ്റപ്പ് പ്രകാരം 22,275 വരാനും അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 22,230 22,177 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നാളെ പ്രത്യേകിച്ച് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, കൂടാതെ SBIയുടെ റിസൾട്ടും കൂടെയാണ്. അതുകൊണ്ട് നാളത്തെ എക്സ്പയറി വൈൽഡ് ആവാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഈ നനഞ്ഞ പടക്കം പോലെ ഷൂന്ന് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്കത് ഉപയോഗപ്പെടും. ഇനി നമുക്ക് പോവേണ്ടതാണ്, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നമുക്കൊന്ന് പോവാം. സോ നിഫ്റ്റിയുടെ വന്ന പോലെ ബാങ്ക് നിഫ്റ്റി ഇന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ 48,340 ഹോൾഡ് ചെയ്യുമോ എന്ന് ചോദിച്ചുള്ളൊരു ലെവൽ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്ത് നിന്ന് നല്ല റെസിസ്റ്റൻസ് എടുത്തു. അതിന് മുകളിൽ 355 വരെ പോയെങ്കിൽ കൂടെ ആ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു, താഴേക്ക് വന്ന് ഏകദേശം 48,206 അഥവാ പി ഒ സിയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം 40,340 താഴെ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവാണ്. കാരണം 40,340 ഞാൻ ഇന്നലെ കാണിച്ചതുപോലെ കുറച്ച് ലാർജ് ലോട്ട് പ്ലേയേഴ്സ് ബാങ്ക് നിഫ്റ്റി സെല്ലിങ് കണ്ട് ഓർഡർ ഫ്ലോയ്ക്കകത്ത് ആ സെല്ലേഴ്സ് പ്രിവൈഡ് ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് താഴെ പോകാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നാളെ SBIയുടെ റിസൾട്ട് വേണമെങ്കിൽ ഈ സെല്ലേഴ്സിന് ഒരു പാനിക്കും ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നാളത്തെ റിസൾട്ടിന് SBIയുടെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നാളെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇന്നത്തെ പി ഒ സി ആയ 48,206 മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ 48,206 ഒരു സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്യും. ഒന്ന്, ഈ 48,206 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ ഇന്നത്തെ ലോ ആയ 48,011 ലെവലും
47 താഴെ വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 47,820 എന്ന ഈ 818 എന്നാണ് ഈ പി ഒസിൻ്റെ എസ്റ്റിൻ ചാൻസ് ഉണ്ട്. ഇനി 47,818 താഴെ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു സെല്ലിംഗ് വരാനും അത് 47,520 എന്ന് പറഞ്ഞ ഈ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിയെ കൊണ്ടുവരാനും ചാൻസ് കൂടുതലാണ്. ഇനി നോക്കേണ്ടത് നമുക്ക് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട്, ഇപ്പോൾ ഇന്നത്തെ പി ഒ സിയുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിക്ക് 340 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 340ക്ക് മുകളിൽ ഇന്നലത്തെ പി ഒ സി ആയ 425 ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 48,420 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ആകുന്ന നിലയിൽ എത്രയാണ് 48,585 ഈ 48,585 മുകളിൽ 656 656 മുകളിൽ ഏതാണ് 48,823 അതിന് മുകളിൽ 48,919 അതിന് മുകളിൽ 49,000 ലെവൽ എത്താൻ ചാൻസ് കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളൂ, നാളെ SBI റിസൾട്ട് ആയതുകൊണ്ട് ഈ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ലെവൽ വെച്ച് നമുക്ക് പുതിയ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അതിനെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ബാങ്ക് നിഫ്റ്റി ലെവൽ വയ്ക്കുമ്പോൾ. സോ നിങ്ങൾ ഈ കാണുന്നതാണ് ബാങ്ക് നിഫ്റ്റി. നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റി എടുക്കാൻ വേണം, ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ. സോ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ കുറേ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം പണ്ട് ഞാൻ ഈ ചാർട്ടിൽ ലെവലിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക എനിക്ക് വേണ്ടി ട്രേഡ് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ലെവൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 48,206 ഇന്നത്തെ പി ഒ സി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പി ഒ സി മാർക്ക് വയ്ക്കാം. 205 എന്ന രീതിയിൽ വരും. ഈ പി ഒ സി നമുക്ക് മാർക്ക് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആകാം. ഇപ്പോൾ പി ഒ സിയുടെ കളർ ഞാൻ കൊടുത്തേക്കാൻ ഇന്നത്തെ പി ഒ സി. ഇനി അതിന് മുകളിൽ നിൽക്കുമ്പോൾ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ വന്ന സെല്ലറിൻ്റെ ഏരിയയായ 48,340 നമ്മളെ സംബന്ധിച്ചൊരു സെല്ലർ ഏരിയയാണ്. അതും ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് അത് ബ്ലാക്കാണ് സെല്ലറുടെ ഏരിയ, അറിയാമല്ലോ. ഇനി അതിന് മുകളിൽ 420 എന്ന് പറഞ്ഞാൽ മെനിങ്ങാനത്തെ പി ഒ സി, 425 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ സി 48,425. അതെൻ്റെ കയ്യിൽ ആ 425 ഇങ്ങനെ വരുന്നില്ല. മാർക്ക് ചെയ്ത് വയ്ക്കുക, എന്നാലും ആ പി ഒ സി വയ്ക്കുക. ഇതിന് മുകളിൽ 48,425 മുകളിൽ അടുത്ത വരുന്നത് 48,580. ഈ 580 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ. ഓക്കെ, ഈ ലെവല്. അതിന് മുകളിൽ അടുത്ത വരുന്നത് എത്രയാണ് 48,660. ഈ ഒരു ലെവൽ 48,660 എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിംഗിൾ പ്രിൻ്റ് അഭാവമാണ് 660. അതിന് മുകളിൽ അടുത്ത് 48,820. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. 48,820 എന്ന ലെവലിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അറിയാമല്ലോ, 820. ഇതിനെയും കൂടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. 820. ഓക്കെ, അതിന് മുകളിൽ 49,000 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയും വരാം. 49,000. ഓക്കെ, 49,000 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത്രയും. ഇനി താഴോട്ടാണെങ്കിൽ ഇന്നത്തെ ലോ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായി വരും 48,012 ഈ ലെവൽ. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വരുന്നത് 47,820. അത് നമ്മുടെ ഒരു 817. അതൊരു പി ഒ സി ആണ്. അതിനെ നമ്മൾ മാർക്ക് വയ്ക്കാം. ഇത് പി ഒ സി ആണ്. ഞാൻ പി ഒ സിയുടെ കളർ അത് തന്നെ വയ്ക്കാം. ഇനി അതിന് താഴെ 47,570 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി 47,000 പി ഒ സി എല്ലാം ഒരു HBN സോണാണ് 570. സോ അതിനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അതിനെ മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ പി ഒ സി 206 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 340, അതിന് മുകളിൽ 520, 425, അതിന് മുകളിൽ 580, അതിന് മുകളിൽ 660, അതിന് മുകളിൽ 820, അതിന് മുകളിൽ 49,000. താഴോട്ടാണെങ്കിൽ 48,000 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ. അതിന് താഴെ 47,818, അതിന് താഴെ 47,570. ഇത്രയും ലെവൽ താഴെ ബാങ്ക് നിഫ്റ്റിക്ക് വരും. സോ എല്ലാവരും ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള വ്യക്തമായ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഈ ചാനലിൻ്റെ അകത്ത് പോഡ്കാസ്റ്റിലുണ്ട്. 9 വീഡിയോസ് ഉണ്ട്. ഇനി അതിൻ്റെ അടുത്ത ഒരു 4 വീഡിയോസ് കൂടെ ഈ വരുന്ന ഒരു 3 ദിവസം ഈ 2 ആഴ്ചക്കകത്ത് അത് വരും.
അതിനുശേഷം നമ്മൾ ഓർഡർ ഫ്ലോയെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം എനിക്ക് നിങ്ങൾക്ക് നോളേജ് പകർന്നു തരാൻ പറ്റുമോ അത്രത്തോളം നോളേജ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കൂടെ തരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങളെ ഈ വീഡിയോസിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഒരു സൈൻ എന്ന് പറഞ്ഞ് അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശിവരാത്രി നിന്നുകൊണ്ട് നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.